പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തമിഴിലും മലയാളത്തിലുമൊക്കെയായി കാണാവുന്ന 2024 റിലീസായ മികച്ച 4 ത്രില്ലർ സീരീസുകളാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ, പോച്ചർ. 2024 ആമസോൺ പ്രൈമിലൂടെ റിലീസായ ക്രൈം ത്രില്ലർ ഡ്രാമ ഗണത്തിൽപ്പെടുന്ന മലയാളം വെബ് സീരീസാണ് പോച്ചർ. റിച്ചി മെഹത്ത സംവിധാനം ചെയ്തിരിക്കുന്ന സീരീസിൽ റോഷൻ മാത്യു, നിമിഷ സജയൻ, അങ്കിത് മാധവ് എന്നിങ്ങനെ നിരവധി പേർ അഭിനയിച്ചിരിക്കുന്നു. ഒരു സീസണിലായി 8 എപ്പിസോഡുകളായാണ് സീരീസ് റിലീസായിരിക്കുന്നത്. സീരീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു റിയൽ സ്റ്റോറിയെ ആസ്പദമാക്കിയാണ് സീരീസ് കഥ പറഞ്ഞു പോകുന്നത്. കേരളത്തിലെ ഒരു ഫോറസ്റ്റിനുള്ളിൽ നിരന്തരമായി ആനകളെ മരിച്ച നിലയിൽ കണ്ടെത്തുകയും വ്യാപകമായി ഒരു സംഘം ആനക്കൊമ്പ് കടത്തുന്നുണ്ടെന്ന് അധികാരികൾ മനസ്സിലാക്കുകയുമാണ്. അതിനെ തുടർന്ന് ആ ഒരു സംഘത്തെ ഏതുവിധേനയും പിടികൂടാനായി ഫോറസ്റ്റുകാരും പോലീസുകാരുമൊക്കെ അന്വേഷണവുമായി ഇറങ്ങുന്നതും തുടർന്ന് പിന്നീടുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് ഈ സീരീസിന്റെ ഇതിവൃത്തം. ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷനും വ്യത്യസ്തമായ ഇമോഷൻസും ഡ്രാമയുമൊക്കെയായി സ്ലോ പേസിൽ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു നൈസ് വാച്ചബിൾ ത്രില്ലർ ഡ്രാമ വെബ് സീരീസാണ് പോച്ചർ. സീരീസ് ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ മലയാളത്തിനോടൊപ്പം വ്യത്യസ്ത ഭാഷകളിലായി ലഭ്യമാണ്. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ്. പോച്ചർ എന്ന ത്രില്ലർ സീരീസിന് IMDb 7.7 റേറ്റിംഗ് നൽകിയിരിക്കുന്നു. സെക്കൻഡ് വൺ, ഇൻസ്പെക്ടർ ഋഷി. 2024 പുതുതായി ആമസോൺ പ്രൈമിലൂടെ റിലീസായ മിസ്റ്ററി ത്രില്ലർ ഡ്രാമ ഗണത്തിൽപ്പെടുന്ന തമിഴ് വെബ് സീരീസാണ് ഇൻസ്പെക്ടർ ഋഷി. നന്ദിനി JS സംവിധാനം ചെയ്തിരിക്കുന്ന സീരീസിൽ നവീൻ ചന്ദ്ര, സുനൈന, കണ്ണരവി എന്നിങ്ങനെ നിരവധി പേർ അഭിനയിച്ചിരിക്കുന്നു. ഒരു സീസണിലായി 10 എപ്പിസോഡുകളായാണ് സീരീസ് റിലീസായിരിക്കുന്നത്. സീരീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഫോറസ്റ്റ് ഏരിയയിൽ തുടർച്ചയായി ചിലരെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തുകയാണ്. അതിന് കാരണം അവിടെയുള്ള വനരച്ചി എന്ന ഒരു ആത്മാവാണ് എന്നൊക്കെ അവിടുത്തെ പ്രദേശവാസികളും മറ്റ് ജനങ്ങളുമൊക്കെ പറയുകയാണ്. അങ്ങനെ ഒരു വിശ്വാസവും ഭയവുമൊക്കെ എല്ലാവരിലും നിലനിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെ ആ കേസിനെ കുറിച്ച് അന്വേഷിക്കാനായി ഋഷി എന്ന ഒരു പോലീസ് ഓഫീസർ അവിടേക്ക് എത്തുന്നതും അതിനെ തുടർന്ന് പിന്നീടുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമൊക്കെയാണ് ഈ സീരീസിന്റെ ഇതിവൃത്തം. സൂപ്പർ നാച്ചുറൽ ഹൊറർ എലമെന്റ്സും വ്യത്യസ്തമായ ഇമോഷൻസുമൊക്കെയായി ഒരേ സമയം ഇൻട്രസ്റ്റിംഗ് ആയും ത്രില്ലിംഗ് ആയും ഒക്കെ കഥ പറഞ്ഞു പോകുന്ന ഒരു നൈസ് വാച്ചബിൾ മിസ്റ്ററി ത്രില്ലർ ഡ്രാമ തമിഴ് സീരീസാണ് ഇൻസ്പെക്ടർ ഋഷി. സീരീസ് ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ തമിഴിലും മലയാളത്തിലും ഉൾപ്പെടെ വ്യത്യസ്ത ഭാഷകളിലായി ലഭ്യമാണ്. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ്. ഇൻസ്പെക്ടർ ഋഷി എന്ന സീരീസിന് IMDb 7.2 റേറ്റിംഗ് നൽകിയിരിക്കുന്നു. തേർഡ് വൺ, കർമ്മ കോളിംഗ്. 2024 ഹോട്ട്സ്റ്റാറിലൂടെ റിലീസായ റിവഞ്ച് ത്രില്ലർ ഡ്രാമ ഗണത്തിൽപ്പെടുന്ന ഹിന്ദി വെബ് സീരീസാണ് കർമ്മ കോളിംഗ്. രുചി നരൈൻ സംവിധാനം ചെയ്തിരിക്കുന്ന സീരീസിൽ റവീന ടണ്ടൻ, നമ്രത, വരുൺ സൂദ് എന്നിങ്ങനെ നിരവധി പേർ അഭിനയിച്ചിരിക്കുന്നു. ഒരു സീസണിലായി 7 എപ്പിസോഡുകളായാണ് സീരീസ് റിലീസായിരിക്കുന്നത്. സീരീസിന്റെ ഒരു വൺ ലൈൻ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ നായികയുടെ അച്ഛൻ ചില കേസിലൊക്കെ അകപ്പെട്ട് ജയിലിലാവുകയും അവിടെ വെച്ച് മരണപ്പെടുകയുമാണ്. അവളുടെ അച്ഛൻ്റെ ആ ഒരു അവസ്ഥയ്ക്ക് കാരണം മറ്റു ചിലരുടെ ചതിയാണ് എന്നവൾ മനസ്സിലാക്കുന്നതും തൻ്റെ അച്ഛനെ ചതിച്ചവരോട് പ്രതികാരം ചെയ്യാനായി അവൾ തീരുമാനിക്കുകയാണ്. അതിനെ തുടർന്ന് പിന്നീടുണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് ഈ സീരീസിന്റെ ഇതിവൃത്തം. ഒരു പ്രതികാര കഥയെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി ഒരു ത്രില്ലർ ഡ്രാമ എന്ന രീതിയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്ന ഒരു നൈസ് വാച്ചബിൾ ഹിന്ദി സീരീസാണ് കർമ്മ കോളിംഗ് എന്ന് പറയാം. റിവഞ്ച് എന്ന ഒരു ഇംഗ്ലീഷ് സീരീസിന്റെ റീമേക്ക് വേർഷൻ എന്ന രീതിയിലാണ് ഈ സീരീസ് റിലീസായിരിക്കുന്നത്. കർമ്മ കോളിംഗ് എന്ന ഹിന്ദി സീരീസ് ഇപ്പോൾ തമിഴിലും മലയാളം ഡബ്ബിംഗിലും ഉൾപ്പെടെ വ്യത്യസ്ത ഭാഷകളിലായി ഹോട്ട്സ്റ്റാറിൽ ലഭ്യമാണ്. സീരീസിന് IMDb 6 റേറ്റിംഗ് നൽകിയിരിക്കുന്നു. ലാസ്റ്റ് വൺ, ചാർലി ചോപ്ര ആൻഡ് ദ മിസ്റ്ററി ഓഫ് സോളങ് വാലി. 2023 സോണി ലൈവിലൂടെ റിലീസായ മിസ്റ്ററി ത്രില്ലർ ഡ്രാമ ഗണത്തിൽപ്പെടുന്ന ഹിന്ദി വെബ് സീരീസാണ് ചാർലി ചോപ്ര ആൻഡ് ദ മിസ്റ്ററി ഓഫ് സോളങ് വാലി. വിശാൽ ഭരദ്വാജ് സംവിധാനം ചെയ്തിരിക്കുന്ന സീരീസിൽ വാമിക ഗബ്ബി, പ്രിയാൻഷു, നീന ഗുപ്ത, ലാറ ദത്ത എന്നിങ്ങനെ നിരവധി പേർ അഭിനയിച്ചിരിക്കുന്നു. ഒരു സീസണിലായി 6 എപ്പിസോഡുകളായാണ് സീരീസ് റിലീസായിരിക്കുന്നത്. സീരീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സോളങ് വാലിയിൽ താമസിച്ചു വരുന്ന വലിയ ഒരു ഫാമിലി, ആ ഫാമിലിയിൽപ്പെട്ട ബ്രിഗേഡിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയെ അയാളുടെ വീട്ടിൽ ആരോ കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തുകയാണ്. ആ ഒരു കൊലപാതകത്തോടനുബന്ധിച്ച് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതേ ഫാമിലിയിൽപ്പെട്ട ജിമ്മി എന്ന ഒരു ചെറുപ്പക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുമാണ്. ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞ് അവിടേക്കെത്തുന്ന ജിമ്മിയുടെ ഗേൾഫ്രണ്ടായ ചാർലി ചോപ്ര എന്ന പെൺകുട്ടി.
ജിമ്മിയുടെ നിരപരാധിത്വം തെളിയിക്കാനായി ആ കേസിനെക്കുറിച്ച് അവൾ അന്വേഷിക്കാനായി ആരംഭിക്കുന്നതും തുടർന്ന് പിന്നീടുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് ഈ മിസ്റ്ററി ത്രില്ലർ സീരീസിന്റെ ഇതിവൃത്തം. ഒരു കൊലപാതകവും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വ്യക്തികളും അവരിലേക്കുണ്ടാകുന്ന സംശയങ്ങളുമൊക്കെയായി ഒരു മർഡർ മിസ്റ്ററി ത്രില്ലർ സ്റ്റോറിയെ അത്യാവശ്യം രസകരമായി തന്നെയാണ് സീരീസിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു സ്ലോ പേസ് ത്രില്ലർ ഡ്രാമ എന്ന രീതിയിൽ കഥ പറഞ്ഞു പോകുന്ന ഒരു നൈസ് വാച്ചബിൾ ത്രില്ലർ സീരീസാണ് ചാർലി ചോപ്ര ആൻഡ് ദ മിസ്റ്ററി ഓഫ് സോളങ് വാലി എന്ന് പറയാം. സീരീസ് ഇപ്പോൾ മലയാളം ഉൾപ്പെടെ വ്യത്യസ്ത ഭാഷകളിലായി സോണി ലൈവിൽ ലഭ്യമാണ്. സീരീസിന് IMDb 6.7 റേറ്റിംഗ് നൽകിയിരിക്കുന്നു. ഈ 4 ത്രില്ലർ സീരീസുകളും തമിഴിലും മലയാളം ഡബ്ബിങ്ങിലും ഉൾപ്പെടെ വ്യത്യസ്ത ഭാഷകളിലായി വ്യത്യസ്ത OTT പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാണ്. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ്. ഈ സീരീസുകളൊക്കെ ഇതിനോടകം തന്നെ കണ്ടവരുണ്ടെങ്കിൽ സീരീസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. അതിനോടൊപ്പം കൂടുതൽ മൂവി റിവ്യൂസിനും മറ്റ് വീഡിയോസിനുമൊക്കെയായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.